പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 23-ാം സങ്കീർത്തനം 1-ാം വാക്യം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. ഹല്ലേലൂയ. വളരെ സുപരിചിതമായ ഒരു വാക്യം ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. 23-ാം സങ്കീർത്തനം നമുക്കെല്ലാവർക്കും ഹല്ലേലൂയ മനപ്പാഠം അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ്. ദാവീദ് തൻ്റെ ജീവിതത്തിൽ പാടി ദൈവത്തെ സ്തുതിച്ച ഹല്ലേലൂയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനം അത്രേ ഇത്. ഇതിനകത്ത് നാം വിളിച്ചു പറയുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന ഒരു ഏറ്റുപറച്ചില്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കും പറയാൻ സാധിക്കണം, യഹോവ എൻ്റെ ഇടയനാകുന്നു. ഇതൊരു പേഴ്സണൽ എക്സ്പീരിയൻസാ പ്രിയരെ. ഇന്ന് പകൽക്കാലവും നാം ആ ഒരു പദം നമ്മുടെ വായിൽ നിന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ സങ്കീർത്തനകത്ത് കിടക്കുന്ന ഒത്തിരി നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തരും. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് നാമും പറയുമ്പോൾ അത് നമ്മുടെ അനുഭവമായി തീരണം. അവൻ ഇടയനാണോ? ഹല്ലേലൂയ. അതാ നാം ഏറ്റുപറയുന്ന നമ്മുടെ ഏറ്റുപറച്ചിൽ. എനിക്കൊരു ഇടയനുണ്ട്, ഞാൻ തനിയെയല്ല, ഞാൻ കർത്താവിൻ്റെ കയ്യിലെ ആടെന്ന് നാം സമ്മതിക്കുകയാണ്. അല്ലെ, എനിക്കൊരു രക്ഷിതാവുണ്ട്, എനിക്കൊരു കർത്താവുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു അപ്പായുണ്ട്. അതാ എനിക്കൊരു ഇടയനുണ്ട് എന്നൊരു വാക്കിലൂടെ സങ്കീർത്തനക്കാരൻ പറയുന്നതിൻ്റെ ആഴമായ അർത്ഥം പ്രിയരെ, ഇന്ന് രാവിലെ ഒരിക്കൽ കൂടെ ആ കര ഒന്ന് നെഞ്ചത്തോട് ചേർത്ത് വെച്ചിട്ട് പറയാൻ സാധിക്കുമോ? ഈ കർത്താവ് എൻ്റെ ഇടയനാകുന്നു. യേശു എൻ്റെ നല്ല ഇടയനാ. യേശു എനിക്ക് വേണ്ടി, ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത ആ വലിയ ശ്രേഷ്ഠനായ ഇടയൻ എൻ്റെ കർത്താവാ. പ്രിയരെ, നാം അങ്ങനെ ഏറ്റുപറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത വാക്യം നാം ചിന്തിച്ചത് എനിക്ക് മുട്ടുണ്ടാകയില്ല. നല്ല ഇടയൻ്റെ കൈക്കീഴെയാണോ നാം ഇരിക്കുന്നത്? നിശ്ചയമായി ആടുകൾക്ക് വേണ്ടുന്നത് അവൻ കൊടുക്കും. ഹല്ലേലൂയ. നാം ഒരു ആടിനെ തീറ്റുവാൻ നാം പോകുമ്പോൾ ഏറ്റവും നല്ല സ്ഥലത്താണ് ആടിനെ കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. ആടിന് വേണ്ടി നാം ഇലകൾ പറിച്ചു കൊടുക്കാറുണ്ട്, ആടിനെ പോറ്റി പുലർത്താറുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ നല്ല ഇടയനായ കർത്താവ് നമ്മെക്കാട്ടിലും ഏറ്റവും നല്ലതായി നമ്മെ കരുതുന്ന ദൈവമാണ്. നാം നമ്മെക്കുറിച്ച് വിചാരിക്കുന്നതിനെക്കാട്ടിലും അധികമായി കർത്താവിന് നമ്മെക്കുറിച്ച് ഒരു വിചാരമുണ്ട്. ഒരു ഇടയൻ തൻ്റെ ആടുകളെ തീറ്റുവാൻ പോകുമ്പോൾ ഹല്ലേലൂയ, ഇടയന് ആ സ്ഥലത്ത് അപകടമുണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റും. ആ സ്ഥലത്ത് ഹല്ലേലൂയ നല്ല പുല്ലുണ്ടെങ്കിൽ അവന് നന്നായിട്ടറിയാം. അവൻ എവിടെയാണ് ആടിനെ കൊണ്ടുപോകേണ്ടത് അവന് നന്നായിട്ടറിയാം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവൻ എന്നെ നീതിപാതകളിൽ നടത്തുന്നു, പച്ചയായ പുൽപ്പുറത്ത് എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്നു. പ്രിയരെ, എവിടെയാ നിനക്ക് വേണ്ട ഉള്ളതെന്ന് കർത്താവിന് നന്നായിട്ടറിയാം. ഇന്ന് രാവിലെ സമയത്ത് ഈ വചനം കേൾക്കുന്ന ദൈവപൈതലേ, കർത്താവിൻ്റെ ഇടയനെന്ന് നീ വിളിച്ചു പറയുമ്പോൾ തന്നെ കർത്താവിന് നിനക്ക് വേണ്ടി ചിലത് കരുതുവാൻ പറ്റും. നിനക്ക് വേണ്ടി ചിലത് ഒരുക്കിയിട്ടുണ്ട്, അത് നിനക്ക് വെളിപ്പെടുത്തി തരാൻ പറ്റും. ഈ രാവിലെ സമയത്ത് നമുക്കൊരിക്കൽ കൂടെ വിളിച്ചു പറയാം, കർത്താവ് എൻ്റെ ഇടയനാകുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിന്റെ മുട്ടുകളെ, നിന്റെ ആവശ്യങ്ങളെ അവൻ ചെയ്തു തരും. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഈ ഒരു വാക്യം പറയുമ്പോൾ തന്നെ ഫിലിപ്പിയ ലേഖനം 4:19 പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിങ്കിൽ പൂർണ്ണമായി തീർത്തു തരും. പ്രിയരെ, നിങ്ങളുടെ ആവശ്യം എന്താണോ, നിങ്ങളുടെ മുട്ടുകൾ എന്താണോ, അത് പൂർണ്ണമായി തീർത്തു തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാ. 2, അവൻ നമുക്ക് വേണ്ടി കരുതുന്നത് വെളിപ്പെടുത്തി തരും. നമ്മെ വഴി നടത്തി കൊണ്ടുപോകുന്നത് ഹല്ലേലൂയ ഉണങ്ങിയ സ്ഥലത്തേക്കല്ലല്ലോ, പച്ചയായ പുൽപ്പുറത്തേക്ക് അവൻ കൊണ്ടുപോകുന്നത്. അവൻ കൊണ്ടുപോകുന്നത് സ്വസ്ഥതയുള്ള ജലാശയത്തിന് അടുക്കലേക്കാ. പ്രിയരെ, ജീവിതത്തിൽ സമാധാനമില്ലാതെ ഇരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം തരുവാൻ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം തരാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാ. ഇന്ന് പകൽക്കാലം എന്തെങ്കിലുമൊക്കെ വിഷയത്തിനകത്ത് നിങ്ങൾ ഭാരപ്പെട്ടാണോ ഇരിക്കുന്നത്? ഒറ്റ വേർഡ് വിളിച്ചു പറ, യഹോവ എൻ്റെ ഇടയനാകുന്നു. പ്രിയരെ, നിങ്ങളുടെ വീട്ടിനകത്ത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം വരും. ഒത്തിരി വിഷയങ്ങളെക്കുറിച്ച് നീ ആലോചിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട. എല്ലാറ്റിനും സ്തോത്രത്താലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവിനോട് അറിയിക്കുക അത്രേ വേണ്ടത്. അങ്ങനെ ആ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഒറ്റ വേർഡ്, യഹോവ എൻ്റെ ഇടയനാകുന്നു. ഈ ഒരു വേർഡ് നിങ്ങൾ പറയുമ്പോൾ ഇതാ ബൈബിൾ പറയുന്നു, നിങ്ങൾക്ക് മുട്ടുകളെ ദൈവം മാറ്റിത്തരും. 2, നിങ്ങൾക്ക് സ്വസ്ഥത തരും. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ശ്രേഷ്ഠകരമായ കാര്യങ്ങളെ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും.
തരും. ഹല്ലേലൂയ. വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാക്യമാണ്, ശത്രുക്കളുടെ മുൻപാകെ കർത്താവ് നിങ്ങൾക്ക് മേശയൊരുക്കും. പ്രിയരെ, ഇന്ന് രാവിലെ ഞാൻ പരിശുദ്ധാത്മാവിൽ ഇതേ ദൂത് നിങ്ങൾക്ക് കൈമാറുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ നാശം കാണാൻ ആഗ്രഹിച്ചവര്, നിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പദ്ധതി ഉണ്ടാക്കിയവര്, നിങ്ങൾക്ക് വിരോധമായി സംസാരിച്ചവര്, അവരെ ഓർത്തൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, അവരെ നീ ജീവനോടെ വെച്ചിരിക്കാൻ സ്തോത്രം, അവരെ ആരോഗ്യത്തോടെ നടത്തുന്നതിനാൽ സ്തോത്രം. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ക്രിസ്തീയ മനോഭാവം അത്രേ. അല്ലെങ്കിൽ പക്ഷെ സങ്കീർത്തനക്കാരൻ ഒരു മധുര പ്രതികാരം എന്ന പോലെ പറയുന്നു, ശത്രുക്കളുടെ മുമ്പാകെ എൻ്റെ യേശു എനിക്ക് മേശയൊരുക്കും. പ്രിയരെ, ഇന്ന് പകൽക്കാലവും പകച്ചവരുടെ മുമ്പാകെ, തള്ളിക്കളഞ്ഞവരുടെ മുമ്പാകെ അവൻ മേശയൊരുക്കി മാനിക്കും. കഴിഞ്ഞ നാളുകൾ നിനക്ക് വിരോധമായി സംസാരിച്ചില്ലേ, അവർക്ക് പോലും നീ ഒരു അനുഗ്രഹ വിഷയമായി മാറാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളെ അങ്ങനെ അനുഗ്രഹിക്കട്ടെ. ക്രൂശിലെ സ്നേഹം അതാ അതിരുകൾക്കപ്പുറത്ത്, അളവുകൾക്കപ്പുറത്ത്, മനുഷ്യൻ്റെ ചിന്തയ്ക്കപ്പുറത്ത് ദൈവത്തിൻ്റെ സ്നേഹം ഇറങ്ങി വന്നതാ ക്രൂശിൽ. അങ്ങനെയെങ്കിൽ ശത്രുക്കളെ പോലും നമുക്ക് സ്നേഹിക്കാം. അവർക്ക് പോലും നാം ഒരു അനുഗ്രഹ വിഷയമായി തീരട്ടെ. ശത്രുക്കളുടെ മുൻപാകെ അവൻ മേശ ഒരുക്കി മാനിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നന്മകൾ കൊണ്ട് നിറയ്ക്കും. ഈ രാവിലെ ഹല്ലേലൂയ നാം ചിന്തിച്ചതുപോലെ ഒറ്റ വേർഡ് നമുക്കൊന്ന് വിളിച്ചു പറയാം. പോകുന്ന വഴികളിൽ, വരുന്ന വഴികളിൽ നമുക്ക് വിളിച്ചു പറയാം, യഹോവ എൻ്റെ ഇടയനാകുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, കർത്താവിൻ്റെ ഇടയനാകുന്നു, കർത്താവിൻ്റെ ഇടയനാകുന്നു. പ്രിയരെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകൾക്കനുസരിച്ച് ദൈവം ഇടപെടട്ടെ, നിങ്ങൾക്ക് വേണ്ടി കരുതട്ടെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം നിങ്ങളുടെ മുട്ടുകൾ മാറ്റിത്തരട്ടെ, നിങ്ങൾക്ക് സമാധാനം തരട്ടെ, നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പാകെ നിങ്ങളെ മാനിക്കട്ടെ. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.